ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ ഈ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രത്തിൽ ജാതരായവരെ പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇവർക്ക് 2025 ഈ ഗ്രഹമാറ്റങ്ങളെല്ലാം ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നും വിശദീകരിക്കുവാൻ ശ്രമിക്കാം. കാർത്തിക നക്ഷത്ര ജാതരെ ചിന്തിക്കുമ്പോൾ കാർത്തിക 1-ാം പാദം മേടം രാശിയിലും ബാക്കി 3 പാദങ്ങൾ ഇടവം രാശിയിലുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ഇച്ഛാശക്തി, പ്രവർത്തന നിരത, ശരീരസുഖം എന്നിവയോടുകൂടിയവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ഇവർക്ക് സഹോദരന്മാർ കുറവായിരിക്കും. കലാനിപുണത, ആഡംബര പ്രിയത്വം, ദാമ്പത്യസുഖം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. ഇവർക്ക് പലപ്പോഴും നിർബന്ധ ബുദ്ധിയും കോപവും പ്രകടിപ്പിക്കാറുണ്ട്. തന്നെ വിമർശിക്കുന്നവരോട് ഇവർ ചിലപ്പോൾ ശത്രുതയോടെ പെരുമാറുകയും ചെയ്യും. എരിവ്, പുളി തുടങ്ങിയ രസങ്ങളോട് ഇവർക്ക് താല്പര്യം കൂടും. ഇനി ഈ കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് അല്പം തീക്ഷ്ണ സ്വഭാവം കൂടുതൽ കാണും. ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഡംബര പ്രിയത്വം ഏറിയും ഇരിക്കും. ഇവർക്ക് മകയിരം, പുണർദം, ആയില്യം, കാർത്തിക മേടക്കൂറിന് വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട എന്നിവയും, കാർത്തിക ഇടവക്കൂറിന് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇവർക്ക് കുജദശ, വ്യാഴദശ, ബുധദശ എന്നിവ അനുഭവിക്കുന്നവർ പ്രത്യേകമായി വിധി പ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാർത്തിക നക്ഷത്ര ജാതർ പതിവായിട്ട് സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ്. എന്തെന്നാൽ ഇവരുടെ നക്ഷത്ര ദേവത ആദിത്യനാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ദിനങ്ങളിൽ സൂര്യഭജനം, ശിവക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം, മറ്റ് ദോഷപരിഹാര കർമ്മങ്ങൾ എന്നിവ അനുഷ്ഠിക്കുന്നത് ഉചിതമാവും. ആദിത്യഹൃദയം പതിവായി ജപിക്കുന്നതും ഉത്തമമാണ്. കൂട്ടർ നിത്യവും രാവിലെ അല്പനേരം ആദിത്യ പ്രാർത്ഥനയോടെ വെയിലേൽക്കുന്നത് നല്ലതാണ്. കഴിയുന്നതും പകലുറക്കം ഇവർ ഒഴിവാക്കുന്നതാവും നല്ലത്. കാർത്തിക മേടക്കൂറുകാർ കുജപ്രീതി കർമ്മങ്ങളും ഇടവക്കൂറുകാർ ശുക്രപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അഭികാമ്യമാണ്. കാരണം മേടക്കൂറിൻ്റെ അധിപൻ കുജനും ഇടവക്കൂറിൻ്റെ അധിപൻ ശുക്രനുമായതിനാൽ. കാർത്തിക നക്ഷത്രക്കാർ ചുവപ്പ്, കാവി തുടങ്ങിയ നിറങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും. കാർത്തിക നക്ഷത്ര ദേവത അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിയെ പറയുന്ന മന്ത്രങ്ങൾ, അഗ്നിയെ കുറിച്ചുള്ള മന്ത്രങ്ങൾ, ഓം അഗ്നേയ നമഃ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് നന്നാവും. നക്ഷത്രമൃഗം ആടാണ്. വൃക്ഷം അത്തി, ഗണം അസുരഗണം, യോനി സ്ത്രീയോനിയാണ്, പക്ഷി പുള്ളാണ്, ഭൂതം ഭൂമിയാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്ര ജാതരുടെ ദശാകാലം ചിന്തിക്കാം. കാർത്തിക നക്ഷത്ര ജാതർ ആദിത്യ ദശയിലാണ് ജനിക്കുന്നത്. ആദിത്യ ദശ 6 വർഷമാണ് ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കുന്നത്. ഇതിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജനനസമയം ചന്ദ്രൻ നക്ഷത്രത്തിൽ എത്ര നാഴിക ചെന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് എത്ര ആദിത്യ ദശയാണ് ശിഷ്ടദശയായിട്ട് അനുഭവപ്പെടേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ 6 വർഷമുള്ളതിൽ നക്ഷത്രത്തിൻ്റെ തുടക്കമാണെങ്കിൽ 6 വർഷത്തിൽ ഭൂരിഭാഗവും അനുഭവിക്കേണ്ടി വരും. അതല്ല നക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളൊക്കെ ആണെങ്കിൽ 6 വർഷത്തിൽ വളരെ കുറച്ച് മാത്രമേ ഇവർ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. അതായത് മേടക്കൂറിലാണ് ജനനമെങ്കിൽ 6 വർഷത്തിൽ കൂടുതൽ അവർ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആദിത്യ ദശയിൽ ശിവഭജനമാണ് വേണ്ടത്. ആദിത്യൻ്റെ ജാതകത്തിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഇവരുടെ ആ ഒരു ദശാകാലത്ത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കണം. പിതാവിനും ഗുണദോഷങ്ങൾ ഈ ഒരു ആദിത്യൻ്റെ ജാതകത്തിലെ സ്ഥിതി നോക്കി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇനിയുള്ളത് ചന്ദ്രദശയാണ്. ചന്ദ്രദശ 10 വർഷമാണ്. ഈ ഒരു ചന്ദ്രദശയിൽ ചന്ദ്രൻ അനുകൂലമാണ്. അതായത് നല്ല പക്ഷബലമുള്ള ചന്ദ്രനൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഗുണഫലം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ചന്ദ്രദശയിൽ ഇവർ ദേവീ ഭജനമാണ് നടത്തേണ്ടത്. പിന്നെയുള്ളൊരു 7 വർഷക്കാലം കുജനാണ്. കുജനും ജാതകത്തിലെ സ്ഥിതി മനസ്സിലാക്കി വേണം കുജൻ ദോഷത്തിലാണോ അതോ അനിഷ്ടസ്ഥിതനാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം കുജത്തിന് അനുകൂലമാണോ പ്രതികൂലമെന്ന് മനസ്സിലാക്കുവാൻ. അപ്പം കുജദശയിലും ഇവരുടെ കുജൻ ജാതകത്തിലെ ഉക്മരാശിസ്ഥിതനാണോ ഓജരാശിസ്ഥിതനാണോ എന്ന് മനസ്സിലാക്കി ഉക്മരാശിയിലാണ് സ്ഥിതിയെങ്കിൽ ദേവീ ഭജനവും അതുപോലെ തന്നെ
ഓജരാശിയിലാണ് സ്ഥിതിയെങ്കിൽ സുബ്രഹ്മണ്യനെയും വേണം ഭജിക്കുവാൻ. പിന്നെയുള്ളൊരു 18 വർഷക്കാലം രാഹുദശയാണ്. രാഹുദശയിൽ രാഹുവിൻ്റെ ആ ഒരു സ്ഥിതി മനസ്സിലാക്കണം. രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതി ആണെങ്കിൽ രാഹുവിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. അത് ഈ ഒരു രാഹുദശയിൽ ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അവരുടെ വിവാഹത്തിനുമൊക്കെ പറ്റിയൊരു സമയമാണ്. അപ്പോൾ രാഹുവിൻ്റെ ഇഷ്ടഭാവസ്ഥിതിയാണോ അനിഷ്ടഭാവസ്ഥിതിയാണോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അനിഷ്ടഭാവസ്ഥിതിയാണെങ്കിൽ ഈ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. അതായത് രാഹു പ്രീതിക്കായിട്ട് നാഗക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിലുമൊക്കെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു കൊള്ളുക. പിന്നെയുള്ള ഒരു 16 വർഷക്കാലം വ്യാഴദശയാണ്. ഈ ഒരു വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതിയാണോ അനുകൂലഭാവസ്ഥിതിയാണോ എന്ന് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. പിന്നെ അടുത്ത 19 വർഷക്കാലം ശനിദശയാണ്. ശനിദശയിൽ ശനിയുടെയും ജാതകത്തിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും ശാസ്താപ്രീതിയൊക്കെ നടത്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. പിന്നെയുള്ളൊരു 17 വർഷക്കാലം ബുധദശയാണ്. ബുധനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വേണ്ട അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു കൊള്ളുക. അപ്പോഴത്തേക്കും ഇവർക്കൊരു വാർദ്ധക്യ അവസ്ഥയൊക്കെ ആവുമല്ലോ. അപ്പോൾ അവർക്ക് വാതപിത്ത കഫ ദോഷങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ബുധൻ്റെ ഭാവസ്ഥിതി മനസ്സിലാക്കി വേണം അതിന് വേണ്ട പരിഹാരങ്ങളുമൊക്കെ ചെയ്ത് ഓം നമോ നാരായണ മന്ത്രമൊക്കെ ജപിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെയുള്ള അടുത്ത ഒരു 7 വർഷക്കാലം കേതുവാണ്. കേതുവിന് ഗണപതി പ്രീതിയാണ് വേണ്ടത്. പിന്നെ ശുക്രദശ 20 വർഷക്കാലം. അപ്പോഴത്തേക്കും ഒരു പക്ഷേ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു 120 വർഷം വരെയുള്ളൊരു മനുഷ്യായുസാണ് ഒരു ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 വർഷം ശുക്രദശ എന്നൊക്കെ പറഞ്ഞാൽ 100 വയസ്സിൽ കൂടുതലാകണമല്ലോ. അപ്പോൾ അത് മിക്കവാറും കിട്ടുവാൻ സാധ്യതയില്ല. എന്നാലും ശുക്രദശ 20 വർഷമാണ്. അത് എല്ലാവർക്കും അനുഭവപ്പെടണമെന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ദശാകാലങ്ങളെപ്പറ്റി പറയേണ്ടത്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹങ്ങളുടെ മാറ്റം ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. അതായത് മേടക്കൂറുകാർക്ക് അവർക്ക് ശനി ഇപ്പോൾ മാറിയതിന് ശേഷം മാർച്ച് 29 ശനിയുടെ മാറ്റം അവർക്ക് 7 ശനിയുടെ തുടക്കത്തിലാണ്. അതായത് 12 ശനി. വ്യാഴമാകട്ടെ ഇവർക്ക് 3 അപ്പോൾ ഈ മേടക്കൂറിൽപ്പെട്ട ഈ കാർത്തിക നക്ഷത്ര ജാതർക്ക് ഇതത്ര ഗുണകരമല്ല. എന്നിരുന്നാലും രാഹുവിൻ്റെ 11 സ്ഥിതി, അപ്പോൾ രാഹു അതിൻ്റെ ആക്സിസ് ചേഞ്ച് ചെയ്തപ്പോൾ ഇവർക്ക് 11 വന്നിരിക്കുന്നത്. അത് ഇവരുടെ ആ ഒരു മറ്റു ദോഷങ്ങളുടെ വ്യാഴം 3 വന്നതിൻ്റെയും ആ ശനിയുടെ 12 സ്ഥിതിയുടെയും ദോഷ തീവ്രത കുറയ്ക്കും എന്നുള്ളത് ആശ്വാസമാണ്. അതായത് കുടുംബപരമായി ശല്യങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് വേണം കരുതുവാൻ. എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും വിശദമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. ശത്രുക്കളെ ജയിക്കും. ചിലർക്ക് ഉറ്റവരെയും ഉടയവരെയും വിട്ട് കഴിയേണ്ടി വരും. ഇവർക്ക് വിദേശവാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സങ്കടങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് സന്തോഷമായി മാറ്റും. നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. കഴമ്പും കാഴ്യവുമില്ലാത്ത തൊഴിൽ ചെയ്യരുത്. ഗ്രഹമാറ്റത്തിന് സാധ്യതയുണ്ട്. ഇളയ സഹോദരങ്ങളും ബന്ധുക്കളുമായുള്ള അഭിപ്രായ ഭിന്നത ഒഴിവാക്കണം. മുതിർന്ന സഹോദരങ്ങളും ബന്ധുക്കളുമായുള്ള അടുപ്പം സൗഹാർദ്ദപരമായിരിക്കും. 1-2 സുഹൃത്തുക്കളെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കണക്കിലെടുക്കണം. ദീർഘയാത്രകൾ പ്രയോജനം ചെയ്യും. ചിലർ വിദേശയാത്ര ചെയ്യാൻ തീർച്ചയായും സാധ്യതയുണ്ട്. തീർത്ഥാടന യോഗവും കാണുന്നു. മത്സര പരീക്ഷകളിൽ വിജയം വരിച്ച് തൊഴിൽ സമ്പാദിക്കും. നേതൃത്വ പാടവം അംഗീകരിക്കപ്പെടും. ആത്മാർത്ഥമായി ജോലി ചെയ്തില്ലെങ്കിൽ സ്ഥലം മാറ്റത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തികമായി ലാഭസമയമായിരിക്കണം. എന്നാലും ശത്രുക്കളിൽ നിന്ന് പണം സംരക്ഷിക്കണം. കൂട്ടുകച്ചവടം ഗുണപ്രദമാകും. മതപരമായി ധർമ്മകാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വരും. കണ്ണ്, ദഹനേന്ദ്രിയം തുടങ്ങിയവയ്ക്ക് രോഗബാധയുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാൽമുട്ടുകളിലെ വേദന ശല്യപ്പെടുത്തും. കുട്ടികളുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വ്യാഴം, ശനി ദോഷങ്ങൾക്ക് ഈ മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ കർശനമായിട്ടും പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഗുരുവായൂർ ദർശനവും ശബരിമല ദർശനവും നടത്തണം. ഓം നമഃശിവായ ജപം പതിവാക്കണം. ഇവർ
ശനിദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ദർശനം നടത്തണം. നിത്യേന അയ്യപ്പ മന്ത്രങ്ങളും നീലാഞ്ജന സമാനാഭം എന്ന ശനീശ്വര മന്ത്രവുമൊക്കെ ഉരുവിടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് 5ലാണ് കേതു. അതും ഒരു ദോഷപരിഹാരം വേണ്ട ഒരു കാര്യം തന്നെയാണ്. മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. പിന്നെ ഇനി പറയാനുള്ളത് ഇടവക്കുറിപ്പിട്ടുള്ള ഒരു കാർത്തിക നക്ഷത്ര ജാതർക്കാണ്. ഇവർക്ക് 2ലേക്കാണ് വ്യാഴം മാറിയത്. ഇത് സർവ്വ ഐശ്വര്യങ്ങളും സമ്മാനിക്കും. ശനിയും ഇവർക്ക് 11ലാണ്. അതും വളരെയേറെ ഗുണകരമാണ്. എന്നാൽ 10ലെ രാഹു തൊഴിൽപരമായ ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കാതെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും എല്ലാ ഭൗതിക സുഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ്. ചിലർക്ക് പുത്രഭാഗ്യമുണ്ട്. കോപം നിയന്ത്രിക്കണം. കാരണം ഇവർക്ക് 4ലാണ് കേതു. അത് ഗൃഹസംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അതിനാൽ തന്നെ കോപം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആമാശയ രോഗങ്ങൾക്കൊക്കെയുള്ളൊരു സാധ്യത കണക്കിലെടുക്കണം. കേതു പ്രീതി വരുത്തണം. കേതു പ്രീതി വരുത്തുവാനായിട്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കേതുവിന് അർച്ചന നടത്തുകയും അതുപോലെ തന്നെ ഗണപതിയെ ഭജിക്കുകയും ഒക്കെ ചെയ്യുക. ഇങ്ങനെ ആ ഒരു കേതു പ്രീതി വരുത്തിയാൽ ഈശ്വരവിശ്വാസികളും കർമ്മയോഗികളുമായ ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശയങ്ങൾ തന്നെ സംഭവിക്കാനിടയുള്ള ഒരു സമയമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക മാന്ദ്യം മാറും. ആനന്ദകരമായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും ഇടയായേക്കാം. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകുവാൻ പരിശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. പരിശ്രമങ്ങൾക്ക് ഫലം കാണും. അപ്പോൾ പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഭാഗ്യത്തിൻ്റെ വർഷം തന്നെയാണ്. ലോട്ടറി സാധ്യതയും ഒക്കെ വേണമെങ്കിൽ പറയാം എന്നുമുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും. അവർക്ക് ഈ ഒരു ഈശ്വര ഭജനത്തിലൂടെയും വേണ്ട ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടും അവരവരുടെ ജാതകത്തിലെ ദശാപഹാരനാഥന്മാരെയും പ്രീതിപ്പെടുത്തിയും അതുപോലെ തന്നെ അവരുടെ കുടുംബ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുമൊക്കെ നടത്തി കഴിഞ്ഞാൽ 2025 ഈ ഒരു ഗ്രഹങ്ങളുടെ മാറ്റം ഇവർക്ക് വളരെ അനുകൂലമാണെന്നറിയുക. അതുപോലെ തന്നെ വ്യാഴം മാറുന്നത് ഒരു വർഷ കാലയളവിലാണ്. അപ്പോൾ 2026 ജൂൺ 1 വരെയും ഈ തൽസ്ഥിതി തുടരും. രാഹുകേതുക്കളുടെ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നത് 1.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഡിസംബർ 2026 വരെയും ഇപ്പോഴത്തെ സ്ഥിതിയിലാണ്. പിന്നെ ശനിക്കാണെങ്കിൽ 2.5 വർഷമാണ് ഒരു രാശി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അവസ്ഥകളെല്ലാം ഇത്രയും നാൾ വരെയും കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാനുള്ള ഒരു ഫലങ്ങളാണ് പറയുന്നത്. ഇടയ്ക്ക് വ്യാഴത്തിന് ഒരു ഒക്ടോബർ ടു ഡിസംബർ ആദ്യം വരെയും ഒരു ചെറിയ മാറ്റമുണ്ട്. എന്നിരുന്നാലും പൊതുവെ നല്ല കാലമാണ്. ആ ഒരു കാലങ്ങളിൽ വ്യാഴത്തിന് വേണ്ട ഭജനം കൂടി നടത്തിയാൽ ഇവർക്ക് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് എൻ്റെ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ശുഭാശംസകൾ. നന്ദി, നമസ്കാരം.